ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ കുട്ടികളൊക്കെ അഡ്മിഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ തിരിച്ചറിയാനുള്ള അടയാളം എന്ന് കാണാം. നമ്മളധികം ആ ഫോമിൽ മലയാളത്തിലാണ് എഴുതുക. പക്ഷെ മലയാളത്തിൽ എഴുതിയാൽ നമുക്ക് അഡ്മിഷൻ രജിസ്റ്ററിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ആ ഫോം പ്രിൻ്റ് എടുത്താൽ ആ ഭാഗങ്ങൾ ഇങ്ങനെ കള്ളി കള്ളിയായിട്ട് കാണും. മലയാളം അവിടെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90% ആളുകൾക്കും ചിലപ്പോൾ അറിയാം. ഒരു 10% ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അറിയാത്തവരെ ഉദ്ദേശിച്ച് മാത്രം അത് വിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ വരുന്നത് ഇംഗ്ലീഷിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. ഏറ്റവും മുകളിൽ പോയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ തന്നെ കാണുന്നുണ്ട് ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നിവിടെ മുകളിൽ തന്നെ കാണുന്നുണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാളായി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ആദ്യം ഭാഷ സെലക്ട് ചെയ്യണം. ആദ്യം നമ്മളിവിടെ എന്ത് ഭാഷയാണോ കൊടുക്കുന്നത്, ഏത് ഭാഷയ്ക്കാണോ ആവേണ്ടത്, ഏത് ഭാഷയാണോ നമ്മളിവിടെ കൊടുക്കുന്നത് അതാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ നിലവിൽ ഇംഗ്ലീഷ് എന്നാണ് കാണിക്കുന്നത്. ഇടത് ഭാഗത്ത് ഈ കാണിക്കുന്നത് ഇംഗ്ലീഷ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് എന്ന് ഇവിടെ കാണിക്കുന്നത് ഇടത് ഭാഗത്ത്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ അത് സ്പാനിഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ആവും. ഇനി നമ്മളിവിടെ മലയാളമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ പോയിട്ട് നമ്മൾ ലാംഗ്വേജ് മലയാളം എന്ന് കാണും. LMNOP മലയാളം, മലയാളം എന്ന് കണ്ട് ഇവിടെ മലയാളം കണ്ടില്ലേ, മലയാളം. ഇതിലൊന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ മലയാളം വന്നു. ഇനി ഈ മലയാളത്തിൽ നമ്മൾ എഴുതിയത് ഏത് ഭാഷയ്ക്കാണ് നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അത് ഇവിടെ ഇടത് ഭാഗത്ത് കാണുന്ന ഇതിലാണ് എന്ത് ചെയ്യേണ്ടത്, ടച്ച് ചെയ്യേണ്ടത്. ഇടത് ഭാഗത്ത് കാണുന്ന ഇത് സ്പാനിഷ്. അവിടെ പോയിട്ട് നമുക്ക് ഏത് ഭാഷയിലാക്കാണ് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ആ ഭാഷ എടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ABCD ഈ നിലയിലുണ്ടാവും ഇംഗ്ലീഷ് എന്നുള്ളത്. ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ കണ്ടില്ലേ, ഇംഗ്ലീഷ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഈ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ അത് ഇംഗ്ലീഷിലേക്ക് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. വലത് കയ്യിൻ്റെ മുട്ടിൻ്റെ താഴെ ഒരു കറുത്ത പുള്ളി എന്നടിച്ചാൽ, ഇനി അത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ അതിൻ്റെ ഇംഗ്ലീഷായിട്ട് ഇവിടെ അങ്ങനെ കാണും. എ ബ്ലാക്ക് സ്പോട്ട് ബിലോ ദ നീ ഫോർ ദ റൈറ്റ് ഹാൻഡ് എന്ന് കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ. അത് നമുക്ക് എന്ത് ചെയ്യുക, നേരെ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടിഭാഗത്ത് ഇങ്ങനൊരു ചിഹ്നം കാണും. ജസ്റ്റ് ഇതിലൊന്ന് പോവുക, അത് കോപ്പിയായി. ഇനി നമുക്ക് എവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഇത് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഒരു വാട്സപ്പിൽ നമ്മൾ പോയിട്ടാണെങ്കിലും, വാട്സപ്പിൽ ഇപ്പോൾ നമ്മൾ പോയിട്ട് ഒരു വ്യക്തിക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പേരെടുക്കുക, ജസ്റ്റ് ഇവിടെ ലോങ് പ്രസ് ചെയ്യുക, പേസ്റ്റ് നടിക്കുക. അപ്പോൾ കണ്ടെങ്കിൽ അത് ഇവിടേക്ക് വന്ന് ഇത്രയേ ഉള്ളൂ പണി. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും കാണാം. ഇതൊക്കെ എന്താ പറയുക, അറിയാത്തവർക്ക് ഇത് വലിയൊരു ഉപകാരക്കാരം. അതിന് വേണ്ടി അപ്പോൾ നമ്മൾ അതിൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മളെ കുട്ടികളെ അഡ്മിഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയാൽ മാത്രമേ നമ്മളെ അഡ്മിഷൻ രജിസ്റ്ററിലെ ഫോമിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.